PV അൻവർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് മുൻ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ്. മുഖ്യമന്ത്രിയും LDF-ഉം അല്ലാതെ മറ്റൊരു ചിന്തയില്ല. അൻവറിന് ഒപ്പമില്ലെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അൻവർ വന്ന് കണ്ടവരുടെ എല്ലാം പേര് തൃണമൂൽ നേതൃത്വത്തിന് അയച്ചതാകാം. താൻ ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റ് അനുഭാവമാണെന്ന് അൻവറിനെ അറിയിച്ചിരുന്നുവെന്നും AV ഗോപിനാഥ് പറഞ്ഞു. ഈ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അൻവർ ഇവിടെ വന്നിരുന്നു. എനിക്ക് അന്ന് അൻവറിനെ അറിയില്ല, നേരിട്ട് അറിയും. സ്വയം പരിചയപ്പെടുത്തി ഉണ്ടാക്കിയ കാര്യങ്ങൾ കേരളത്തിലൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി വലിയ ഒരു മൂവ് നടക്കുന്നു. അതുകൊണ്ട് താങ്കളെ ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും രാഷ്ട്രീയ സംസാരമാണെങ്കിൽ അത് നമ്മളിവിടെ നിർത്താം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഞാൻ ഒരു ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്ത വേണ്ട, നമ്മളെ സംസാരവും വേണ്ട. അതുകൊണ്ട് ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാണ് ആ ചർച്ച. പിന്നെ ഞാൻ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടില്ല. അത് ആ സമയങ്ങൾ എത്രയായി, പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, നേതാക്കളുടെ പേരുകൾ വെച്ചിട്ടുള്ള ഒരു കത്ത് അത് തൃണമൂലിന് അയച്ചിട്ടുണ്ട്. തൃണമൂൽ പുറത്തുവിട്ട കത്ത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് PV അൻവർ. അക്കാര്യം പറയുകയും ചെയ്തു. പക്ഷെ ആരൊക്കെയാണെന്ന് PV അൻവർ പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം അത് അങ്ങനെയാണ്, ആ രീതിയിലാണെന്ന് പ്രതികരിച്ചത്. പക്ഷേ AV ഗോപിനാഥ് ഉണ്ട് ആ കൂട്ടത്തിൽ എന്നുള്ളത് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ AV ഗോപിനാഥിന്റെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. വിവരങ്ങൾ. അതായത് പുതിയ പാർട്ടിയിലേക്ക് PV അൻവർ കേരളത്തിൽ നിന്നും എത്തിക്കാൻ ലക്ഷ്യമിട്ട നേതാക്കൾക്കിടയിൽ പാലക്കാട് പെരുങ്ങോട്ടുകുറിശ്ശിയിലെ നേതാവായിട്ടുള്ള AV ഗോപിനാഥ് ഉണ്ടായിരുന്നു. AV ഗോപിനാഥ് മുൻ MLA ആണ്. കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് കൂടിയായിരുന്നു പാലക്കാട്. പിന്നീട് അദ്ദേഹം ആ ബന്ധമെല്ലാം ഉപേക്ഷിച്ചപ്പോൾ നിലവിൽ ഇടതുപക്ഷക്കാരനായി പ്രവർത്തിക്കുകയാണ്. AV ഗോപിനാഥിനെ ഉൾപ്പെടെ കൂടെ കൂട്ടാനുള്ള നീക്കം PV അൻവർ നടത്തിയിരുന്നു. ആ കാര്യങ്ങളെല്ലാം തെളിയുകയും ചെയ്താണ്. എന്നാൽ അൻവർ വന്ന കാര്യം അതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അൻവറിനോട് അറിയിച്ചിരുന്നു എന്നതാണ് AV ഗോപിനാഥ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയും LDF-ഉം അല്ലാതെ മറ്റൊരു ചിന്തയില്ല എന്ന് അൻവർ ഇങ്ങനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ അൻവറിനെ അറിയിക്കുകയും ചെയ്താണ്. അൻവർ വന്നു കണ്ടവരുടെ എല്ലാം പേര് തൃണമൂലിന് നേതൃത്വത്തിന് അയച്ചതാകാം. അങ്ങനെ ആയിരിക്കാം തന്റെ പേരും ഈ കത്തിൽ വന്നത് എന്നുള്ളതാണ് AV ഗോപിനാഥ് പറയുന്നത്. ഏതായാലും അൻവറിനെ ഒരു കാര്യം ധരിപ്പിച്ചിട്ടാണ് താൻ വിട്ടയച്ചത്. താൻ ഇടതുപക്ഷക്കാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്നും അൻവറെ കൃത്യമായി അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ വലിയ അടുപ്പമുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ അൻവറെ അറിയിച്ചാണ് അൻവറെ വിട്ടയച്ചെന്നും പിന്നീട് യാതൊരു രീതിയിലുള്ള ചർച്ചകളും അൻവറുമായി നടത്തിയിട്ടില്ല എന്നതാണ് AV ഗോപിനാഥ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.